നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. ഓറിയോ ന്യൂട്ടല്ല ഷേക്ക്. അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ഓരോ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ: പാല് വേണം. പാല് ഞാനിപ്പോൾ 1 ഗ്ലാസ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ കാച്ചിയ പാലാണ് എടുത്തിരിക്കുന്നത്. കാച്ചിയിട്ട് ഞാനത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തേക്കാം, അല്ലാതെ കാച്ചാത്തതാണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം വാനില ഫ്ലേവർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ ചോക്ലേറ്റ് എടുക്കാം, ബട്ടർ സ്കോച്ച് വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം, അത് കുഴപ്പമില്ല. 2 ഫ്ലേവർ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ഓറിയോ ബിസ്ക്കറ്റിന്റെ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പൊ 1 ഗ്ലാസ്സിന് വേണ്ട അളവാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഞാൻ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം 2 എണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ നട്ട്സ് ഉണ്ടെങ്കിൽ, അതായത് ബദാം ഉണ്ടെങ്കിലോ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിലോ ഒക്കെ അതാണെങ്കിലും ഇതിന്റെ കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഈന്തപ്പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഓറിയോ ബിസ്ക്കറ്റിന്റെ ആ ക്രീം ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്തിന് അന്നേരം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ന്യൂട്ടല്ല വേണം. പിന്നെ വേണ്ടത് ഐസ് ക്യൂബ്സ്. ആദ്യം നമുക്ക് ഈ 3 ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഞാനപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് പാലാണേ. പാലൊക്കെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റ് ആദ്യമേ പൊടിച്ചെടുക്കുന്നത്. ഇനി ഞാൻ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ മധുരം ചേർക്കാത്തത് കൊണ്ട് ഇപ്പോൾ നല്ല മധുരം വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ചും കൂടി ന്യൂട്ടല്ല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 4 ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഓറിയോ ന്യൂട്ടല്ല ഷേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ വേറെ ഒന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.